ലോകേഷിൻ്റെ മൂവീസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തീം തരുന്ന മൂവീസാണ്. അപ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ തന്നെയാണ്, നല്ല മൂവി ആയിരിക്കും. സൗബിൻ ചേട്ടൻ്റെ ഡാൻസൊക്കെ സൂപ്പറായിട്ട് ഹിറ്റായ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഈ മോണിക്ക എന്നുള്ള പാട്ടൊക്കെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാണ്, നൈസാണ്. അതിൽ ആ ഒരു മീൻസ് ബേസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് നമുക്ക് പടം ഒരു എൻ്റർടൈൻമെൻറ്റാണെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി കണ്ടിട്ടില്ല, നമ്മൾ നാളെ തന്നെ അറിയാം. ലോകേഷിൻ്റെ മൂവിയാണ്, അപ്പോൾ എത്രത്തോളം എക്സ്പെക്ടേഷൻസ്? ലോകേഷിൻ്റെ ഓൾവേസ് എല്ലാ മൂവീസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു LCU ഫാനാണ്. സിനിമയെല്ലാം നമ്മുടെ കൈതി തൊട്ട് തുടങ്ങിയ സംഭവമാണല്ലോ. അപ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ ഹൈ എക്സ്പെക്ടേഷൻസ് ആണ്. സിനിമയാണെങ്കിലും അല്ലെങ്കിൽ LCU ആകണമെന്നൊരു താല്പര്യമുണ്ട്. അതിനെ അറിയത്തില്ല, LCU അല്ലെന്നാണ് പറഞ്ഞത്. ലിയോ ഇറങ്ങിയ സമയത്ത് LCU അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ലാസ്റ്റിൽ അത് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ LCU ആകണമെന്ന് താല്പര്യമുണ്ട്. കാരണം ഇത്രയും ഹൈ ബഡ്ജറ്റ് മാത്രമല്ല, ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ അവർ എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ അത്രയും വലിയൊരു പടം ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ അമീർ ഖാൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആരാണെങ്കിലും ഉപേന്ദ്ര ആരാണെങ്കിലും സൗബിൻ വന്ന സമയത്ത് അവരൊക്കെ ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്, നല്ലൊരു സിനിമ ആയിരിക്കും. അത്രയ്ക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. LCU ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ഇത്രയും ഹൈ കാസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസ് എല്ലാം കൂടെ ഒരുമിച്ചൊരു ലാസ്റ്റിൽ ഒരു കുടക്കീഴ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു അഭിപ്രായം, അല്ലെങ്കിൽ നല്ല കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നല്ലൊരു സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിചാരിക്കും. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഇതുവരെ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നേരിട്ട് പോയി കാണണമെന്നുള്ളത്. അത്രേ ഉള്ളൂ. എനിക്കും നല്ല സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ മറ്റേ രജനീകാന്തിൻ്റെ സ്വാഗ് പഴയതുപോലെ തിരിച്ചു വരും. ജയിലറിലെ ഒരു സ്വാഗ്, അതാണ് ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ്. ഞാൻ സൗബിനൊക്കെ എന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ഒന്നാമതരം പുള്ളി റേഞ്ച് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇപ്പോൾ തമിഴിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പം ഓഫ്കോഴ്സ് നമ്മൾ ആസ് എ മലയാളി നമ്മളും പ്രൗഡാണ്. മൂവി നല്ലതായിരിക്കും. കാരണം ലോകേഷാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ള പ്രതീക്ഷ. നാളത്തേക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു അതെ, കിട്ടിയിട്ടില്ല. എന്നൊക്കെ ഫസ്റ്റ് ഡേക്ക് പോകണമെന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. കിട്ടിയില്ല, വിഷമമുണ്ട് അല്ലേ? അതെ. സൗബിൻ്റെ പെർഫോമൻസ് എത്രത്തോളം പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്? സൗബിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളി ആദ്യം അറിയാമല്ലോ, എല്ലാവരും മലയാളത്തിൽ വന്നതെന്ന് പറഞ്ഞൊരു കോമഡി ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. പിന്നീട് പുള്ളിക്ക് കുറച്ച് സീരിയസ് റോളൊക്കെ കിട്ടിയ സമയത്തും പുള്ളി അത് ഭയങ്കര എക്സെപ്ഷനായിട്ട് അത് നമ്മൾ മലയാളികളെ കാണിച്ചു. അല്ലെങ്കിൽ മലയാളികളല്ല, ഇന്ത്യ ഒട്ടാകെ പുള്ളി കാണിച്ചു തന്നുണ്ട്. ഭീഷ്മപർവ്വത്തിന് അതൊക്കെയുള്ള പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും പുള്ളി ആ ഒരു സീരിയസ് ക്യാരക്ടർ കൈകാര്യം ചെയ്തു. പിന്നെ നമ്മുടെ അമ്പിളി സിനിമയ്ക്കത്തൊക്കെ ആണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊരു നമ്മൾ പുള്ളിയുടെ പുള്ളിയുടെ ഒരു വില്ലനസ് നമ്മൾ കണ്ടതാണ് പറവയ്ക്കകത്ത്. അതും കുറച്ച് നല്ല ക്രൂലായിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തിലും കണ്ടത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ക ലോക്കൽ വില്ലൻ എന്നാണ് അവർ പിക്ചർ ചെയ്യുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരാൾ വന്നത് തന്നെ ഇപ്പം തന്നെ അതിൻ്റെ എന്തോ ഓഡിയോ ലോഞ്ച് ആണോ അതോ എന്തോ ഒരു ഇവൻറ്റിൽ എല്ലാവരും നല്ല രീതിയിലൊരു അഭിപ്രായം പറഞ്ഞു. സൗബിൻ്റെ പെർഫോമൻസിനെ പറ്റിയാണെങ്കിലും ഡാൻസിനെ പറ്റിയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് പറഞ്ഞു. പിന്നെ ലോക്കി പോലൊരു ഡയറക്ടർ സൗബിനെ വിളിക്കണമെങ്കിൽ പുള്ളിക്ക് അത്രയും കാലിബർ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സ്കില്ലിന് അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് സൗബിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു നടൻ മലയാളത്തിൽ നിന്ന് ചെന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം. നല്ല അടിപൊളിയാണ്. അപ്പോൾ കാണണമെന്ന് വെച്ചിട്ടിരിക്കുന്നതാണ്. പാട്ടൊക്കെ ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിലാണ്, അതാണ് പറഞ്ഞു തന്നെ. സൗബിൻ്റെ ഡാൻസൊക്കെ അടിപൊളിയാണ്. കാണാറുണ്ട് ഡാൻസൊക്കെ എപ്പോഴും, പാട്ടൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. ഇതിൽ പറഞ്ഞപ്പോൾ സൗബിൻ്റെ ഡാൻസൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നാളെ പിന്നെ തലൈവർ ആട്ടം കാണാനാണ്. ആരുടെ ക്യാമിയോ റോള് പ്രതീക്ഷിക്കുന്നുണ്ടോ? വിക്രത്തിലെ റോളക്സ് സൂര്യ എന്ന പോലെ റൂമേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. LCU അല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പ്രതീക്ഷ ഒന്നുമില്ല. 1000 കോടി അടിക്കും. പിന്നല്ല, അത് ഇപ്പോൾ ഉറപ്പിച്ചേക്കാണ്. പിന്നല്ല 1000 കോടി. രജനി ഫാനൊന്നല്ല, എന്നാലും കാണണം. LCU ഉണ്ട്. LCU ആണ് ലോകേഷ് കനകരാജ്. ക്യാമിയോ പ്രതീക്ഷിക്കുന്നുണ്ടോ? ക്യാമിയോ ഇല്ല, പ്രതീക്ഷിക്കുന്നില്ല. സൗബിൻ്റെ വെയിറ്റ് ചെയ്തേക്കാണ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നടൻ തമിഴ് ഇൻഡസ്ട്രി പോകുമ്പോൾ അതും ലോകേഷിൻ്റെ പടം കൂടെ ആയതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. അമീർ ഖാൻ, സൗബിൻ എല്ലാവരും. പിന്നെ ഇതിലെ പാട്ട് മോണിക്ക എന്ന് പറഞ്ഞ പാട്ടൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. എക്സൈറ്റ് ആണ്, കാണാൻ ഭയങ്കര എക്സൈറ്റ് ആണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി അതെ കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കാനല്ലേ? ഫസ്റ്റ് ഷോ തന്നെ ബുക്ക് ചെയ്ത് വെളുപ്പിന് തന്നെ. നാട്ടിൽ പോണില്ല, പോണെന്ന് കാണാൻ വേണ്ടിട്ട് പോണം. അപ്പോൾ പിന്നെ നിങ്ങൾ രാവിലെ കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഇറങ്ങിയ പടം. ഒന്നും കുഴപ്പമില്ല. ലോകേഷിൻ്റെ മൂവിയല്ലേ, അപ്പം കൂടുതൽ ലോകേഷിന് പോയിട്ട് പിന്നെ പേടിക്കണ്ട. ലോകേഷിൻ്റെ എല്ലാ പടം വിജയിച്ചിരിക്കുന്നതല്ല. അപ്പം ഇനി ബാക്കി തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ടിട്ട് അറിയാം വിജയിക്കോ
ലോകേഷ് മൂവി കാണും. തന്നെ നാളെ ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ കാണാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ സിനിമ ഇപ്പോൾ പടത്തിന് റിവ്യൂ നോക്കും, നല്ലതാണ് പോയി കാണും. യുവമാരിങ്ങനെ കാണിക്കുന്നത് പ്രതീക്ഷകളൊക്കെ എന്താണ് നിങ്ങളുടെ? അധികം പ്രതീക്ഷ ലോകേഷിൻ്റെ ഏകദേശം ഒരു 500 കോടി കയറിയായിരിക്കും. പിന്നെ സൗബിൻ നാളത്തേക്ക് കാണാൻ